ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് വന്നിരിക്കുന്നത് സെയിൽ വീഡിയോയുമായിട്ടാണ്. സെയിലിന് റെഡി ആയിരിക്കുന്ന പ്ലാന്റുകൾ ഓരോന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വാട്സാപ്പ് നമ്പരും ഇട്ടിട്ടുണ്ട്. ഒരുപാട് ഐറ്റം ഉണ്ട് ഇന്ന് കേട്ടോ വീഡിയോയിൽ. അപ്പം അത് ഓരോന്നും എടുത്തിട്ട് സ്ക്രീൻഷോട്ട് ഇട്ട് നമുക്ക് തന്ന്, അല്ലെങ്കിൽ ഐറ്റത്തിൻ്റെ പേര് പറയുവാണെങ്കിൽ നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെയോട് റേറ്റ് പറയാം. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഇപ്പം വീഡിയോ ഇട്ട് കഴിയുമ്പോൾ തന്നെ എല്ലാവരും പേയ്മെൻറ്റ് ഇടും. ചിലപ്പോൾ ഒരു ദിവസം തന്നെ ഒരുപാട് പേര് പേയ്മെൻറ്റ് ഇടുന്നവരുണ്ടാവും. അപ്പം നമ്മളൊരു മാനദണ്ഡം വയ്ക്കുന്നത് പേയ്മെൻറ്റ് ഇടുന്ന ക്രമത്തിന് അല്ലെങ്കിൽ സ്ഥലത്തെ ബേസ് ചെയ്തൊക്കെ ആയിരിക്കും അയക്കുന്നത്. കാരണം അവധി അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കും അയക്കുന്നത്. ചെടിയല്ലേ, നമ്മൾ പ്രത്യേകിച്ച് ചൂടാണ്. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് നമുക്ക് കിട്ടും എന്നുള്ള ഉറപ്പുള്ളപ്പോഴേ നമ്മൾ ആ രീതിയിലേ അയക്കത്തുള്ളൂ. ഒരവധിയോട് അടുപ്പിച്ചുള്ള ഡേറ്റുകളിലൊന്നും നമ്മൾ പ്ലാന്റ് അയക്കത്തില്ല. അത് മനസ്സിലാക്കണം. പിന്നെ ആദ്യം ഇട്ടവർക്ക് ആദ്യം എന്നുള്ള രീതിയിലായിരിക്കും അയക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, DTDCയെയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത്. പക്ഷേ പോസ്റ്റ് ഓഫീസിൽ ഇപ്പോൾ DTDCയേക്കാൾ കൊറിയർ ചാർജ് വളരെ കൂടുതലായിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ കാര്യം, കഴിഞ്ഞ ദിവസം തന്നെ ഒരു സെറ്റ് 10 മണി ഞാൻ അയച്ചപ്പോഴത്തേക്കും 20 ടൈപ്പ് ആയിരുന്നു. എന്നിട്ട് പോലും 106 രൂപയായി. അപ്പം പോസ്റ്റ് ഓഫീസ് വേണം എന്നുള്ളവർക്ക് DTDCയേക്കാൾ കൊറിയർ ചാർജിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളത് പറയുവാണ് ഞാനിപ്പോഴേ. DTDCക്ക് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ എല്ലായിടത്തും ഒരേ റേറ്റാണ്. കിലോ റേറ്റ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ വോളിയോമെട്രിക്ക് അനുസരിച്ചിട്ടാണ്. പക്ഷേ പോസ്റ്റ് ഓഫീസിന് അങ്ങനെയല്ല. ദൂരത്തെ ഡിപ്പെൻഡ് ചെയ്തുമൊക്കെ കൊറിയർ ചാർജിൽ വ്യത്യാസമുണ്ട്. ദൂരവും വെയിറ്റും എല്ലാം അവർ മാനദണ്ഡം വച്ചിട്ടാണ് അവർ കൊറിയർ ചാർജ് ഇടുന്നത്. പിന്നെ അപ്പോൾ ഏതൊക്കെ പ്ലാന്റുകളാണ് സെയിലിന് റെഡി ആയിരിക്കണേന്ന് നമുക്ക് നോക്കാം. പിന്നെ ഈ കാണുന്ന വയലറ്റ് ബട്ടിയുടെ കുറച്ച് തൈകളും സെയിലിന് റെഡി ആയിട്ടുണ്ട്. പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. റേറ്റ് 100 രൂപയാണ്. കാശ്മീരി റോസയുടെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട്. പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. റേറ്റ് 80 രൂപയാണ്. ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ. നമ്മൾ തന്നെ കട്ടിങ് മുറിച്ച് വെയിൽ പിടിപ്പിക്കുന്നതാണ്. ഈ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. നിറച്ച് പൂക്കളുണ്ടാകും, എപ്പോഴും പൂക്കളാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെയിലിന് റെഡി ആയിരിക്കുന്നത്. റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണ്, 80 രൂപയാണ്. ബ്ലാക്ക് ഇസഡിൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട്. പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. റേറ്റ് 100 രൂപയാണ്. ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ബ്ലാക്ക് ഇസഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പൊട്ട് മിക്സ് ഡ്രൈ ആകുമ്പോൾ മാത്രമേ വെള്ളം ഒഴിക്കാറുള്ളൂ. ഒരാഴ്ചയിൽ, മഴ സമയങ്ങളിലാണെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി. വെയിലിൻ്റെ സമയത്ത് ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഒഴിക്കണം. പിന്നെ ടേബിൾ പാമ്പിൻ്റെ തൈകളും വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട്. റേറ്റ് 70 രൂപയാണ്. ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുന്ന പ്ലാന്റാണ്. ചെത്തിയുടെ കുറച്ച് തൈകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും നമ്മൾ തരുന്നത്. റേറ്റ് 70 രൂപയാണ്. പൂവിൻ്റെ പിക്ചറും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നാടൻ ചെത്തിയാണ്. കട്ടിങ്ങും മുറിച്ച് വേരുപിടിപ്പിച്ചെടുക്കാവുന്ന പ്ലാന്റാണ്. കണ്ടോ, നല്ല കൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ റാണി പിങ്ക് കളറിലെ ഡെയ്സിയുടെ കുറച്ച് തൈകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ്. പൂവിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മജന്ത, നല്ല പിങ്ക് അല്ല, റെഡും അല്ല, നല്ല ഡാർക്ക് കളറിലെ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. നിറച്ച് പൂക്കളുണ്ടാകുകയും ചെയ്യും. റേറ്റ് 80 രൂപയാണ്. പിന്നെ ഡെയ്സിയിൽ സെയിലിന് റെഡി ആയിരിക്കുന്നത് വയലറ്റ് കളറിലെ ഡബിൾ പെറ്റലിൻ്റെ തൈകളാണ്. ഈ കളറിലെ പൂക്കളാണ് അതിലുണ്ടാവുന്നത്. റേറ്റ് 60 രൂപയാണ്. റാണി പിങ്കിന് 80, വയലറ്റിന് 60 രൂപയാണ്. ഈ കാണുന്ന പ്ലാന്റ് സൈസിലുള്ള പ്ലാന്റുകളാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. പിന്നെ പലരും ചെയ്യുന്നത് മണ്ണൊക്കെ കളയും, പക്ഷെ മണ്ണൊന്നും കളയാതെ തന്നെ നടണം. ഇത് സിംഗിൾ പെറ്റൽ പിങ്ക് ഡെയ്സിയുടെ തൈകളാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത്. റേറ്റ് 40 രൂപയാണ്. പ്ലാന്റ് ഇതാണ്. ഡെയ്സി ചെടിയുടെ ഒന്നും മണ്ണ് കളയണ്ട. നമ്മൾ തരുന്ന ആ രീതിയിൽ തന്നെ നട്ടുപിടിപ്പിച്ചാൽ മതി. ഒരു 1.5 ആഴ്ചയോളം തള്ളത്ത് വയ്ക്കാം.
റോസിൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട്. പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ബ്ലാക്ക് മൂണിൻ്റെ റേറ്റ് 60 രൂപയാണ്. ബാക്കിയുള്ളതിൻ്റെയൊക്കെ റേറ്റ് 40 രൂപയാണ്. ഇതുപോലെ പിങ്ക് വൈറ്റിൻ്റെ അകത്ത് ഡോട്ട് വരുന്നത്, നല്ല പിങ്ക് കളറ്, റെഡ് കളറ്, വയലറ്റ്. ഈ ബ്ലാക്ക് മൂണിൻ്റെ മാത്രം റേറ്റ് ഇത്തിരി വ്യത്യാസമുണ്ട്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 60 രൂപയാണ്. പിന്നെ നല്ല റെഡ് കളറ് പ്ലാന്റ് സൈസും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഗ്രാഫ്റ്റഡ് അഡീനിയത്തിൻ്റെ കുറച്ച് പ്ലാന്റുകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത്. ഈ കളറിലെ പൂവിൻ്റെ പ്ലാന്റാണ് ആയിരിക്കുന്നത്. ഇപ്പം റേറ്റ് 210 രൂപയാണ്. ഗോൾഡൻ ഡാലിയയുടെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട്. പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ്. റേറ്റ് 80 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതുപോലെ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത്. പൂവിൻ്റെ പിക്ചറും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മൾ കേട്ടോ. റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണ്, 80 രൂപയാണ്. സ്മെല്ലൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ നല്ല മഞ്ഞ പൂവാണ് ഇതിലുണ്ടാകുന്നത്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ചോട്ടിൽ തൈ ഉണ്ടായിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. മണിമുല്ലയുടെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട്. പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. റേറ്റ് 60 രൂപയാണ്. മണിമുല്ല ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതുപോലെ കൊലകൊലയായിട്ട് പൂക്കളുണ്ടാകും. കാണാൻ നല്ല ഭംഗിയുമാണ്. പിന്നെ ചെമ്പരത്തിയുടെ ഈ കാണുന്ന ചെമ്പരത്തിയുടെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട്. പ്ലാന്റ് സൈസും വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ. റേറ്റ് 80 രൂപയാണ്. ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ ചട്ടിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയ സൈസായിരിക്കുമ്പോൾ തന്നെ നിറച്ച് പൂക്കളുണ്ടാകുകയും ചെയ്യും. നല്ല വെയിലുള്ളിടത്ത് സെറ്റ് ചെയ്യണം. പിന്നെ വൈറ്റ് പെൻഡാസിൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട്. റേറ്റ് 60 രൂപയാണ്. ഈ കാണുന്ന കൊലകൊലയായിട്ട് പൂക്കളുണ്ടാകും. ഏത് കാലാവസ്ഥയിലും പൂക്കളുണ്ടാകും. അതാണ് മഴ വെയിൽ അങ്ങനെയൊന്നുമില്ല. നിറച്ച് വലിയ കീടശല്യങ്ങളുമില്ല. നിറച്ച് പൂക്കൾ വേണം എന്നാൽ കയറിയാൻ സമയമില്ലാത്തവർക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് പെൻഡാസ് കേട്ടോ. ഇനിയൊരു കാര്യം പറയട്ടെ, ഞാൻ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ മറന്നു പോകാതെ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുന്നതും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുകയും ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന, അതായത് ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ, അവർക്ക് ഷെയർ ചെയ്യുന്നതിനും മറക്കരുത് കേട്ടോ. കാരണം എല്ലാവരും തരുന്ന സപ്പോർട്ടാണല്ലോ നമ്മളുടെ വീഡിയോയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പം അത് ചെയ്യാൻ എല്ലാവരും മറക്കാതെ തന്നെ ചെയ്യണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, 10 മണിയുടെ കുറച്ച് തൈകളും കൂടെ സെയിലിന് റെഡി ആയിട്ടുണ്ട്. 15 ടൈപ്പാണ് കേട്ടോ പ്രാവശ്യം സെയിലിന് റെഡി ആയിരിക്കുന്നത്. അടുക്കും, സിൻഡർലൈൻ, ടൈഗർ സ്ട്രിപ്പും, റോയൽ മജന്ത എല്ലാം ഉൾപ്പെടുന്ന 15 ടൈപ്പാണ്. വീഡിയോയിൽ നമ്മൾ അതിൻ്റെ പ്ലാന്റ് സൈസൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത്. 2 or 3 കട്ടിങ് വീതമായിരിക്കും തരുന്നത്. അത് ചിലപ്പം കൂടുതലുള്ളത് അതുപോലെ കൂടുതൽ തന്നെ നമ്മൾ എടുക്കും. പിന്നെ ഈ പ്രാവശ്യം 10 മണി സെലക്ഷനോട് കൂടി ആയിരിക്കില്ല തരുന്നത്. കോംബോ ആയിട്ട് വാങ്ങുന്നവർക്കാണ് നമ്മൾ അയക്കുന്നത്. പിന്നെ അല്ല ഒരു 10 ടൈപ്പ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തരുന്നുണ്ട്. അല്ലാതെ നമ്മളിപ്പം ഓരോ ഐറ്റം പറഞ്ഞിട്ട് ഈ തവണ നമ്മൾ 10 മണികൾ സെയിലില്ല ഈ ഒരു വീഡിയോയിൽ. പിന്നെ ഒരിക്കൽ കൂടി പറയുവാണ്, വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ തന്നെ സപ്പോർട്ട് ചെയ്യണം. കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.